മനോഹരമായ അഗ്ലോണിമ ചെടികൾ ഇഷ്ടപ്പെടാത്തവരോ അല്ലെങ്കിൽ അഗ്ലോണിമ, കലാത്തിയ, കലേഡിയം ഇങ്ങനെയുള്ള ചെടികൾ, ബിഗോണിയ ഇതൊക്കെ ഇഷ്ടപ്പെടാത്തവരാരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷനെങ്കിലും ചെടികൾ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ ഉണ്ട്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെടികൾ എങ്ങനെ വെച്ചാലാണ് നല്ല ഉഷാറായിട്ട് ഇതുപോലെയൊക്കെ ഇരിക്കുക എന്നുള്ളത് ചെറിയൊരു ടിപ്സ്, എൻ്റേതായ ടിപ്സ് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റിലൂടെയൊക്കെ ഇഷ്ടം അറിയിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാനും ഇനിയും തുടർന്ന് ഇതുപോലെ മനോഹരമായ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒത്തിരി നേഴ്സറികളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് നടാനായിട്ട് പോട്ടി മിക്സ് എന്താണെന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന മിശ്രിതം നമ്മുടെ വീട്ടിലെ തൊടിയിലെ മണ്ണ്, ഒരല്പം വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടി, ഒരു പിടി ഒരു കുറച്ച് എല്ലുപൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ഒരല്പം സാഫ്, ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഈ ചെടികളെല്ലാം നട്ടിരിക്കുന്നത്. എല്ലാം എനിക്ക് തോന്നുന്നു 3, 4, 5 വർഷത്തെ ചെടികളുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ചകിരിച്ചോറിൽ മാത്രം നടുന്നവരുണ്ട് കേട്ടോ, മണ്ണ് കിട്ടാനില്ലാത്തവർ. അങ്ങനെയുള്ളവർക്ക് ചകിരിച്ചോറും പെർലൈറ്റും എന്ന് പറയുന്നത് പെർലൈറ്റ് വാങ്ങാൻ കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ചെടികൾക്ക് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടികൾ ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് വെള്ളവും വെയിലും ഒരിക്കലും ഇവർക്ക് കൂടാൻ പാടില്ല. അപ്പോൾ പെർലൈറ്റും ചകിരിച്ചോറും അല്പം എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്ത് ചെയ്യാം. പിന്നെ നല്ല നല്ല പോട്ടി മിക്സുകളൊക്കെ ഇപ്പോൾ കലാത്തിക്കും കലേഡിയത്തിനും ഒക്കെ വരുന്നുണ്ട്, ചാക്കുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. ഞാൻ നട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗം ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഒട്ടും വെയിൽ കിട്ടാത്തടത്ത് ഇതുപോലെയുള്ള ചെടികളും, അതുപോലെ നമ്മൾ വെയിൽ കിട്ടുന്നിടത്ത് ഇതുപോലെയുള്ള പൂച്ചെടികളും വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല വെയിലേറ് കിട്ടുന്ന ഭാഗമാണ്, തുറന്ന് കിടക്കുന്ന ഭാഗമാണ്. അവിടുന്ന് നമുക്ക് വെയിൽ കിട്ടുന്നതുകൊണ്ട് പൂച്ചെടികളും വെച്ചിട്ടുണ്ട്. നമ്മുടെ സൺഡേ, മൺഡേ, അതുപോലെ ഇത് ഞാൻ നിങ്ങൾക്ക് പല വീഡിയോസിലും പരിചയപ്പെടുത്തിയിട്ടുള്ള ചെടിയാണ്, പേരും മറന്നുപോയല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ വെയിലത്താണ് വെച്ചിരിക്കുന്നത്. ചെത്തി നമ്മൾ പ്രൂൺ ചെയ്ത് നല്ല ബുഷായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഓൺലൈനിൽ മേടിച്ച കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വാങ്ങിച്ച ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് കൂടുതലും ഒരു ഉമിയ ചേർത്തിട്ടുള്ള മണ്ണിലാണ് നട്ടിരിക്കുന്നത്. അത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അത് ഉഷാറാവാണ്, ഈ ചെടികൾ രക്ഷപ്പെടും, നല്ല ഉഷാറായിട്ട് വരാണ്. ഈ ചെടികൾക്കൊക്കെ അത്യുത്തമമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു നേഴ്സറിയിലുണ്ട്. അതൊരു ചാക്കിന് 300 രൂപയാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഉണക്ക ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ അഡീനിയം നട്ടിരിക്കുന്നത്. അത് വിജയിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെടികൾ സംരക്ഷിച്ചാൽ ഇനി പൂക്കളുടെ അടിപൊളി കാലമാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഇൻഡോർ പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടിപ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാൻ ഒരല്പം വെയിലുള്ള ഭാഗത്ത് സൈഡിൽ ഇരുന്നിട്ട് വന്ന ഒരു കത്തിപ്പോയിക്കുന്ന സംഭവമാണ്. ഇപ്പം ഞാൻ ഒട്ടും വെയിൽ കിട്ടാത്തടത്ത് എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് രക്ഷപ്പെട്ടാൽ വേണ്ട. അപ്പോൾ ഇത് ഞാൻ നമ്മളത് സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ ചെടി നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്കറിയാലോ, ഇതേപോലെയുള്ള ചെടികളൊക്കെ ഇതേപോലെ വൈറ്റ് പോട്ടുകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി ഇതൊക്കെ കുറേ പഴയ പോട്ടുകളാണ് കേട്ടോ. ഞാൻ കഴുകിയും തുടച്ചൊക്കെ വൃത്തിയാക്കി വയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി മോഡേൺ രീതിയിലുള്ള ചട്ടികൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചട്ടികളിലോ ഒക്കെ നമുക്കിത് ഇതുണ്ടോ മനോഹരമായിട്ട് വെക്കാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്തായാലും വെയിലില്ലാത്തടത്ത് പൂച്ചെടികൾ വരില്ല. അപ്പോൾ ഇതേപോലുള്ള സ്ഥലങ്ങളുണ്ട്, സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. നമ്മുടെ വീടിന് നല്ലൊരു ഭംഗിയായിരിക്കും. എന്ത് രസമാണെന്നറിയാം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഇതേപോലെ ഇലച്ചെടികളും പൂച്ചെടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. മനസ്സിനൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. പുതിയ ഗാർഡൻ സെറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കുളവും അതുപോലെ ഒരു ചെറിയൊരു വള്ളിക്കുടൽ പോലെ ഒരു ചെറിയൊരു ഇരിക്കാനായിട്ടുള്ളൊരു സ്ഥലമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലൊക്കെ ഇതേപോലെയുള്ള ഇലച്ചെടികളാണ് വെച്ചിരിക്കുന്നത്. അധികം വെയിൽ ഏൽക്കാത്ത തരത്തിലുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതുപോലെയുള്ള ചെടികളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എവിടെ വെക്കേണ്ടതെന്നുള്ളത് അന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇതൊക്കെ നമുക്ക് വെയിലധികം പാടില്ലാത്തൊരു ഭാഗത്ത് വെക്കേണ്ട ചെടികളാണ്. ഇത് നമ്മുടെ ഈ ഒരു വള്ളിക്കുടിൻ്റെ ഭാഗത്ത് ഇരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് വെച്ചിരിക്കുന്ന പീസ് ലില്ലിയും അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റൊക്കെയാണ്. അവിടെയും ഞാനൊരു കലാത്തിയെ കൊണ്ടു വെച്ചിട്ടുണ്ട്. കാരണം ആ കലാത്തിക്ക് ഒട്ടും വെയിൽ പാടില്ല. അതിപ്പോൾ വെയിലില്ലാത്തടത്ത് വെച്ചപ്പോൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ഭംഗിക്ക് നമ്മുടെ ഇരിക്കുന്ന ഭാഗത്ത് നല്ല ഇതുപോലെയുള്ള പോട്ടുകളിലൊക്കെ വെച്ച് എന്ത് മനോഹരമാണെന്ന് നോക്കി. ഇതേപോലെയൊക്കെ നമുക്ക് അലങ്കരിച്ച് വയ്ക്കാൻ പറ്റും. കണ്ടോ കലാത്തിയുടെ ഒരു ഭംഗി നോക്കി.
ഇത് നമ്മുടെ ഒരു ബിഗോണിയ ഉണ്ടെങ്കിൽ ബിഗോണിയയുടെ കളക്ഷൻ അധികം ഇല്ല, ഉള്ളത് ഞാൻ നന്നായിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കലാത്തിയുടെ വേറൊരു വെറൈറ്റി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതേപോലെ വെക്കാം കേട്ടോ. നമ്മുടെ വീടിനൊരു അഴക് തന്നെയാണ്. അപ്പോൾ വീടിൻ്റെ ആ ഒരു സ്പേസും അതിൻ്റെ പ്രത്യേകതയും, സ്ഥലം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കേണ്ട ചെടികൾ വെയിൽ കൊടുത്ത് വയ്ക്കുക, അല്ലാത്ത ചെടികൾ ഇതുപോലെയൊക്കെ. അപ്പോൾ ഒരിക്കലും നമ്മൾ ബിഗോണിയ, കലാത്തിയ, കലേഡിയം അതുപോലെയുള്ള ചെടികളൊന്നും അധികം വെയിലുള്ളിടത്ത് വെക്കാതെ നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക, കമൻസായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഞാൻ മനസ്സിൽ ഓർക്കും, എപ്പോഴും ഓർക്കും. കാരണം അത്രയ്ക്ക് ഇഷ്ടമുണ്ടായതുകൊണ്ടാണല്ലോ. സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഞാൻ സമയം കിട്ടുമ്പോൾ എൻ്റെ വീഡിയോയിലൂടെ അവരെയൊക്കെ ഒന്ന് പേരെടുത്ത് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ നിങ്ങളോട് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ.